ഒരു പട്ടിയെ കൊണ്ടുവന്ന് കെട്ടിയിട്ടാ പോലും അതിനെന്തെങ്കിലും കൊടുക്കണം എന്നുള്ള വിചാരം ആർക്കും ഉണ്ടാവും. ഒരു ചിക്കൻ ബിരിയാണി പാഴ്സൽ. ബിരിയാണി പാർസൽ? ആ ശരി. ഓണാ ഒരു ബിരിയാണി മേടിച്ചുകൊണ്ട് തരാമെന്ന് വെച്ചപ്പോ അതിങ്ങനെയായി. നിനക്ക് ബിരിയാണി തിന്നാനുള്ള യോഗം ഇല്ലടി പെണ്ണേ. ആശുപത്രിയിലോ പോയി പണി നോക്കണ. പട്ടിയെ പോലെ നീ റോഡിൽ കിടന്ന് ചാവണം. എന്ത് പറ്റി? അയ്യോ, ആരാണ് ചെയ്തത്? ഓവറാൻ കൊടുത്തേക്ക്. ഇപ്പൊ വേദന എങ്ങനെയുണ്ട്? കുറവുണ്ട്. പേടിക്കാനൊന്നുമില്ല. ഇനി ഈ അടിയും കുത്തൊക്കെ നിർത്തിക്കടാ. അത് കണ്ടോ കിടക്കുന്നത്? ഒരു കാലത്ത് ചമ്പക്കര മുഴുവൻ വിറപ്പിച്ച വലിയ റൗഡിയാ ചമ്പക്കര പൈലി. അടിയും തൊഴിയും വാങ്ങി അവശനായതോടെ സ്വന്തം ഭാര്യയും മക്കളും വരെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കി. മുമ്പ് വൈരാഗ്യമുള്ള ആരോ തല്ലിച്ചതച്ച് റോട്ടിലിട്ട് പോയതാ. ആരും നോക്കാനില്ലാതെ അനാഥപ്രേതം പോലെ കിടക്കുക. എങ്ങനുണ്ട്? ചേച്ചി, എന്തു പറ്റി? ബ്ലഡ് എവിടെയെങ്കിലും തട്ടിയതായിരിക്കും. നോക്കട്ടെ. ഈ ടാബ്ലറ്റ് അല്ല, ഇതിലെ 6ാമത്തെ ടാബ്ലറ്റാ വേണ്ടത്. അയ്യോ, ഞാൻ മാറ്റി വാങ്ങിട്ട് വരാം. ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. വേണ്ട, ഞാൻ തന്നെ പോയിട്ട് വരാം. അച്ചുട്ടി, ഈ പുണ്യം ചെയ്തവനാണെന്ന് ഞമ്മക്കിപ്പോ മനസ്സിലായി. അല്ലെ സിന്ധുവിനെ പോലത്തെ ഒരു പെണ്ണിനെ അണുക്ക് കിട്ടൂല. അച്ചൂട്ടി ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല. എന്നാലും പറയാ, ഇനിയെങ്കിലും നല്ല രീതിയിലൊക്കെ ജീവിക്കാൻ നോക്കണം. ഒരു ജന്മം മുഴുവനും അനുഭവിച്ചു തീർക്കാനുള്ള ദുഃഖവും വേദനയും ഈ പ്രായത്തുള്ളിൽ അവൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി അവളുടെ ജീവിതം അച്ചൂട്ടിയുടെ കയ്യിലാ. കുത്ത് അല്പം കൂടി മാറിയിരുന്നെങ്കിൽ അച്ചൂട്ടിയുടെ കഥ കഴിയുമായിരുന്നാ ഞാൻ കേട്ടത്. ആ, കുത്തിയവനെ തിരിച്ചറിഞ്ഞ അവന്റെ കൈയും കാലും അച്ചൂട്ടി വെട്ടിയിരിക്കും. അത് ഉറപ്പാ. ആ പിന്നെ സാർ, എന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ എന്നെ കാസർഗോഡ് തന്നെ സ്ഥിരമാക്കും. അപ്പോട്ടെന്നാലേ തിരുവമ്പാടിയെ വിളിച്ച് ഈ കാര്യം പറഞ്ഞില്ലായിരുന്നു. പറയാൻ അയാളെ കിട്ടിയിട്ടുണ്ട്. എപ്പോ വിളിച്ചാലും പുറത്തു പോയി മീറ്റിങ്ങിന് പോയി എന്നൊക്കെയാ മറുപടി. ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷം പുള്ളി ഭയങ്കര ബിസിയാണെന്നാ വെപ്പ്. അതെ അതെ, തിരുവമ്പാടി എന്റെ ട്രാൻസ്ഫറിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല. ആ, ആഭ്യന്തരമന്ത്രി ആയ ശേഷം ആളാകെ മാറിയിരിക്കുക. ഛേ, തിരുവമ്പാടി അത്തരക്കാരനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ, ഏതായാലും ഇന്ന് രാത്രി തന്നെ ഞാൻ തിരുവമ്പാടി വിളിക്കാം. ഓ ആ സേത് സാറേ, ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വരുന്ന പുതിയ CI എന്നെ പോലെയല്ല. ആള് വളരെ സ്ട്രിക്റ്റാ. പോലീസ് ഡിപ്പാർട്ട്മെന്റിന് തലവേദന ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ജന്മം. കുട്ടനാട്ടുകാരൻ കുഞ്ഞുമത്തായുടെ മകൻ ജോയി മാത്യു.
ഈ ടാബ്ലറ്റ് കഴിക്കുന്നതേ ക്ഷീണത്തിനൊക്കെ വളരെ നല്ലതാ. പിന്നെ രാത്രി കിടക്കാൻ നേരത്ത് ഒരു ഗ്ലാസ് പാലും കുടിക്കണം. ഉം. നാ, എന്താ ബിരിയാണി. ബിരിയാണിയാ? ഈ സമയത്ത് നല്ല പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമാണ് കഴിക്കേണ്ടത്. അതിലാണ് ആവശ്യമുള്ള വിറ്റമിൻസും കാൽഷ്യം ഒക്കെ ഉള്ളത്. അല്ലാതെ ഈ ബിരിയാണി കഴിച്ചിട്ട് എന്താ? ആ ബിരിയാണിയിൽ ഇതുപോലെ ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാരങ്ങനെ പലതും പറയും. നിന്റെ കുഞ്ഞിന് നല്ല ആരോഗ്യവും സൗന്ദര്യവും ഉണ്ടാവണമെങ്കിൽ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഇവള് കഴിച്ചേ പറ്റൂ. അച്ചൂട്ടി, ഇവിടെ ഒരു അടുക്കളയുണ്ട്. വെച്ച് വിളമ്പി തരാൻ ഒരാളും ഉണ്ട്. അത്യാവശ്യത്തിന് കുറച്ച് പാത്രങ്ങളും കുറച്ച് സാധനങ്ങളും വാങ്ങിച്ചു കൊടുത്താലേ ഒന്നുമില്ലെങ്കിലും വായിക്ക് രുചിയായിട്ട് നിനക്കെന്തെങ്കിലും കഴിക്കാമല്ലോ. ഇതൊന്ന് ആലോചിക്കാവുന്നതാ. ഓ, എനിക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന സമയം വരട്ടെ മോളെ. എന്താ ഇത്? ഇതല്ല ഉസ്താദ് തന്നു വിട്ടതാ. 2 ദിവസത്തേക്കുള്ളതാ. 2 ദിവസത്തേക്ക് ഇത്രയും സാധനങ്ങളോ? ഞാൻ ആദ്യം കരുതി ഉസ്താദ് എന്താ ആദ്യം കച്ചവടം ചെയ്യാൻ പോവാനാന്നാ. പിന്നീട് എനിക്ക് വിവരം മനസ്സിലായത്. ഇത് കണ്ടോ, ഇത് നിറയെ വിറ്റമിൻസാ. ABCD മുതൽ PWD വരെ ഇതിനകത്തുണ്ട്. പടവലം കൊണ്ട് വലുപ്പം കണ്ടെന്റെ പെങ്ങളെ പെരുമ്പാമ്പ് പോലെയാ. ഇത് പിടിച്ചേൻ എന്റെ അമ്മോ, ഇനിയും 2 ലോഡ് സാധനങ്ങൾ ഇറക്കാനുണ്ട്. ഇതെല്ലാം ഞാൻ അകത്ത് കൊണ്ടുവയ്ക്കാം പെങ്ങളെന്റെ പിന്നാലെ പോലെ. എന്റെ കട്ടിലവിടെ പോയി. ദേ ഇവിടെ കിടപ്പുണ്ട്. ആര് പറഞ്ഞു അതെടുത്ത് ഓടിയിടാൻ? പുറത്ത് നല്ല മഞ്ഞ. അതൊക്കെ ഞാൻ കുറെ കൊണ്ടതാ. എനിക്ക് അവിടെ കിടന്നാലും ഉറക്കം വരുള്ളൂ. അതെ, ശത്രുക്കളാ ചുറ്റും. കയ്യും മുഖവും കഴുകി വന്ന ഭക്ഷണം എടുത്തു വെക്കാം. വേണ്ട, ഞാൻ കഴിച്ചു. എന്നാ എനിക്കും വേണ്ട. ആ ഓ, നിന്റെ കുഞ്ഞിന് നല്ല ആരോഗ്യവും സൗന്ദര്യവും ഉണ്ടാവണമെങ്കിലേ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഇവൾ കഴിച്ചേ പറ്റൂ. ഉറങ്ങിയോ? ഉം. എനിക്ക് വിശക്കുന്നു. വേണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് വിശപ്പില്ലായിരുന്നു. ഇപ്പൊ ഒന്ന് വേഗം എടുത്തേ. നോക്കി നിൽക്കാതെ എടുത്ത് കഴിക്കരുതോ? കഴിച്ചിട്ട് ഞാൻ കഴിച്ചോളാം. അതങ്ങനെയാ. വേണ്ട, ഞാൻ എടുത്തോളാം. അതിനിടെ തലക്കിട്ടടിക്കുന്നു. മതി, നിർത്തി. മരടൻ. വേറെ പാത്രം ഒന്നും ഇല്ല ഇവിടെ. ഇത് എങ്ങനെയാ? എന്ത് ചോദിച്ചാലും കാര്യം പറയാം. അതെങ്ങനെയാ ഇതിങ്ങനെയാ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. ഓ,
അതെ ഉം, നിലത്ത് കിടക്കണ്ട. കട്ടില് വേണമെങ്കിൽ അകത്തിട്ട് തരാം. വേണ്ട, ഞാൻ പായൽ കിടന്നോളാം. അല്ല, ഈ തണുപ്പ് തട്ടി കുഞ്ഞിനെന്തെങ്കിലും. കുഞ്ഞ് എന്റെ വയറ്റിലല്ലേ, ഒന്നും പറ്റില്ല. ആ അതെ, ഉം. ആ വാതിലും കിടച്ചേക്ക്. അതെന്തിനാ? പുറത്ത് കാവലുണ്ടല്ലോ.